കൊടുത്തതല്ലേ? ഭൂമി സൂര്യനെ ചുറ്റുകയാണെന്ന പ്രാന്തിൽ മേലിൽ ഇടപെടുമെന്ന്. സാക്ഷി അന്നൊരു പിന്തിരിപ്പൻ പോപ്പായിരുന്നു. ഇന്നെന്റെ സുഹൃത്ത്. കാലാവസ്ഥയാണ് മാറിയില്ലേ സകൃതവും. സൂക്ഷിക്കണം, ഒരിക്കൽ നിങ്ങൾ രക്ഷപ്പെട്ടല്ലേ. കോപ്പർനിക്കസിന്റെ പുസ്തകം തിരുസഭ നിരോധിച്ചത് നിങ്ങൾ മാറുന്നോ? അമ്മയെ ഒന്നും മിണ്ടാതിരിക്കും. ആൻഡ്രിയ, ഏതായാലും എനിക്ക് മിണ്ടാതിരിക്കാനാവില്ല. പട്ടടയിൽ കിടന്ന് വെന്തെരിയാനും എനിക്ക് മനസ്സില്ല. അതുകൊണ്ട് ഇവിടെ ചില സൂത്രപ്പണികളൊക്കെ വേണ്ടിവരും. ഇവിടെ ഞാൻ നേരിട്ടൊന്നും പറയുകയില്ല. പുസ്തകം ഒരു സംവാദ രൂപത്തിലായിരിക്കും. എന്റെ സുഹൃത്തുക്കളെ തന്നെ ഞാനിതിലെ കഥാപാത്രങ്ങളാക്കും. സകൃതോ, താൻ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളായി വരും. ഞാനോ? അതെ, താൻ തന്നെ. മറ്റൊരാൾ അവയ്ക്കൊക്കെ ഉത്തരം നൽകുന്ന എന്റെ തന്നെ പ്രതിരൂപമായിട്ടുള്ള ഒരാൾ. ആൻഡ്രിയ, അയാൾക്ക് നമ്മുടെ സിൽവിയാടിയുടെ പേർ കൊടുത്താലോ? കൊള്ളാം, അത് മതി. ഇനിയൊരാൾ വേണം. പഴയ വിശ്വാസങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരാൾ. ഇക്കാലമത്രയും എന്നെ എതിർത്തിട്ടുള്ള എല്ലാവരും അവരുടെ തിരുമണ്ടൻ ആശയങ്ങളും ഒത്തുചേർന്ന ഒരു ശുദ്ധ വിവരദോഷി. അയാളായിരിക്കും സകൃതയുടെ ചോദ്യങ്ങൾക്ക് ഭൂകേന്ദ്ര വ്യവസ്ഥ പ്രകാരമുള്ള വിശദീകരണം നൽകുക. വലിയ ബുദ്ധിമാനാണെന്ന നാട്ടിൽ. എന്നാൽ അവൻ നമ്മുടെ സിംബിൾസിയുടെ പേര് കൊടുക്കാം. അത് ശരിയാണ്. ആ പേര് അവന് നന്നായി ശരി. കാലാകാലങ്ങളിൽ ഓരോരോ സിംബിളിസിയുമാണ് എനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളും പരാതികളുമുണ്ടല്ലോ. അവയെല്ലാം ഞാനിതിൽ ചർച്ചയ്ക്കെടുക്കും. എന്നിട്ട് ശുദ്ധ നാടൻ ഇറ്റാലിയൻ ഭാഷയിൽ ചുട്ട മറുപടിയും കൊടുക്കും. പുതിയ പോപ്പിന്റെ സംരക്ഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു വ്യാമോഹവും വേണ്ട. ഞാൻ പറയട്ടെ സകൃതോ, ഇതുണ്ടല്ലോ ഈ സംവാദം. ഞാൻ എഴുതാൻ പോകുന്ന 2 പുസ്തകങ്ങളിൽ ആദ്യത്തേത് മാത്രമാണ്. 2ഉം എനിക്കെതിരെ മതിയാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒട്ടും കാത്തിരിക്കാൻ സമയമില്ലെന്ന്. എനിക്ക് ചിലതൊക്കെ ബോധ്യപ്പെടുത്താനുണ്ട്. നക്ഷത്രങ്ങൾ നേരിട്ട് അറിഞ്ഞു വന്ന് തെളിവുകൾ നൽകിയാൽ പോലും അവർക്കിത് ബോധ്യപ്പെടുകയില്ല. നമുക്ക് നോക്കാം. ഒറ്റപ്പെട്ട മനുഷ്യർ ചിലപ്പോൾ തെറ്റിനെ ശരിയായി കണ്ടേക്കാം. പക്ഷേ മാനവ സംസ്കാരത്തിന് നന്മയിലേക്ക് വഴിയറിയൂ. ഒറ്റപ്പെട്ട മനുഷ്യർ ചിലപ്പോൾ തെറ്റിനെ ശരിയായി കണ്ടേക്കാം. പക്ഷേ മാനവ സംസ്കാരത്തിന് നന്മയിലേക്ക് വഴിയറിയൂ. ഇന്നീ കാണുമിരുട്ടല്ലൊരു നാൾ തെളിയാനുള്ള വെളിച്ചത്തെ സ്വപ്നം കാണുന്നു ഞാൻ. ശാസ്ത്രം ശരിയെന്നറിയും ജനതയെ. 1632 2 പ്രപഞ്ച വ്യവസ്ഥകളെ പറ്റിയുള്ള സംവാദം എന്ന പുസ്തകം പുറത്തിറങ്ങി. സഭയുടെ സെൻസർമാർ പരിശോധിച്ച് അംഗീകാരം നൽകിയ ശേഷം പുസ്തകം ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു. അതിലെ ആശയങ്ങൾ ജനങ്ങളെ ആവേശം കൊള്ളിച്ചു. അങ്ങനെ പല പല നാടുകൾ തേടി നടക്കും നാട്ടോട്ടികൾ ഞങ്ങൾ. ഘോഷയാത്ര ഇവിടെ എത്തിച്ചേരുന്നതിന് മുമ്പായിക്കൊണ്ട് അങ്ങ് വടക്കിഴക്കിളിയിൽ എവിടെയും പ്രസിദ്ധമായ ഒരു പുതുപുത്തൻ ഗാനവുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. വളരെയധികം കഷ്ടപ്പെട്ടും പ്രയാസങ്ങൾ സഹിച്ചുമാണ് കൂട്ടരെ ഞങ്ങൾ ഈ ഗാനം ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം, ആടണം, പാടണം, ആഘോഷിക്കണം. ഇനി ഈ ഗാനത്തിന്റെ പേരെന്താണെന്ന് കേൾക്കണ്ടേ? ഈ പുതുപുത്തൻ ഗാനത്തിന്റെ പേരാണ് മാന്യമഹാശ്രീ ഗലീലിയോ ഗലീലിയുടെ ഭയാനക സിദ്ധാന്തങ്ങളും സർവോപദേശങ്ങളും അഥവാ വരുംകാലത്തിന്റെ രുചി. ദൈവത്താര് കൊണ്ടുലകം മെനഞ്ഞെടുത്തപ്പോ ആദ്യമായി
എന്തുണ്ടായി? ഭൂമി പിന്നെ സൂര്യനും ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങാനായി സൂര്യനൊരു തിട്ടൂരം കൊടുത്തു മൂപ്പര്. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുരാണത്തിങ്കൽ കേവപ്പെട്ട ഒരു കാര്യം വായിച്ചിട്ടില്ലയോ? കേവപ്പെട്ട ഒരു കാര്യം വായിച്ചിട്ടില്ലോ. അന്നേ തൊട്ട് ഭൂമിയിലെ സർവത്തുങ്ങളും അവരോരുടെ വട്ടങ്ങളിൽ കറക്കമല്ലോ. അവരങ്ങനെ വട്ടം ചുറ്റി കറക്കമല്ലോ. അവരങ്ങനെ വട്ടം ചുറ്റി കറക്കമല്ലോ. രണ്ടന്മാരെ വട്ടം ചുറ്റി ചെറുമനുഷ്യരെ മുമ്പന്മാരെ ചുറ്റി ചുറ്റി പിന്നോക്കക്കാരെ ഭൂമിയിലെ പോ സ്വർഗത്തിലും ഇപ്പടിയല്ലോ. ഭൂമിയിലെ പോ സ്വർഗത്തിലും ഇപ്പടിയല്ലോ. ഇതാണ് ഓരോ വിശുദ്ധ ഗ്രന്ഥം അനുശ്വാസിക്കുന്ന ലോകക്രമം. മേലാളന്മാര് പറയുന്ന പുതുപുത്തൻ ലോകക്രമം. നിയമങ്ങളുടെ നിയമം, കൽപ്പനകളുടെ കൽപ്പന. എന്നിട്ടെന്തുണ്ടായി? വേദഗ്രന്ഥം മാറ്റിവെച്ച് കാന്തദൃഷ്ടിയാൽ ദൂരദർശി കൊണ്ടുലേകം പാർത്തു നിൽക്കവേ പണ്ഡിതരാംഗലിയോ ശിവസൂയർത്തി സൂര്യനോടു ചൊൽകയായി നിശ്ചലം ഭവാ. ഇനി മുതൽക്കു സർവഭ്രമണ ചക്രഗതികളും ദിശതിരിഞ്ഞു വേണമർത്ഥ ശങ്കയില്ലാതെ. അതിനർത്ഥം അടിയാട്ടി പെണ്ണിനു ചുറ്റും പ്രതികുമാരി ഇനി മുതൽക്കു ചുറ്റണമേ. അതിനർത്ഥം അടിയാട്ടി പെണ്ണിനു ചുറ്റും പ്രതികുമാരി ഇനി മുതൽക്കു ചുറ്റണമേ. ഇതിനൊപ്പം കടന്ന കയ്യല്ല എന്റെ കൂട്ടരെ. അപ്പോ നമുക്കൊക്കെ തോന്നുന്ന പോലെ ചെയ്യാൻ പറയുകയും ചെയ്യാമോ? എന്ന് വെച്ചാലേ തമ്പ്രാത്തന്മാര് പറഞ്ഞു വെച്ചാലല്ല തങ്ങളുടെ കിടപ്പല്ല. അങ്ങ് മോളിൽ ആകാശത്തിലെ കുറെ നക്ഷത്രങ്ങളും ഗോളങ്ങളും മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ സ്വർഗരാജ്യവും ദേവരാജ്യവും അപ്പൊ ഇത്രയും നാളെ അവര് നമ്മളെ ചതിക്കായിരുന്നു. നമ്മുടെ വിശ്വാസം വെച്ച് അവർ നമ്മളെ പറ്റിക്കായിരുന്നു. എന്നാലേ അവരിനി ഇങ്ങോട്ട് വരട്ടെ. അവരെ മുന്തിരിത്തോട്ടത്തിൽ അടിമപ്പണി ചെയ്തില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും. അതോടെ മിണ്ടാതിന്റെ പണിയെടുത്തോന്ന് പറഞ്ഞ് ചാട്ടമാർ വീശിക്കൊണ്ട് ഏത് ദൈവം എവിടുത്തെ ദൈവം ചോദിക്കും ഞാൻ. അങ്ങനെയാണെങ്കിൽ ചാട്ടമാറിന്റെ അടിയും കൊണ്ട് പട്ടിണിയും കണ്ട് തോട്ടങ്ങളിൽ അടിമപ്പണി ചെയ്യാൻ സൗകര്യമെന്ന് തന്റെ പറയുന്നത്. പട്ടിണി കിടക്കാൻ മനസ്സില്ലെന്ന് പറഞ്ഞു. പട്ടിണി എന്ന് പറഞ്ഞാൽ സർവശക്തന്റെ പരീക്ഷണം നല്ല കൂട്ടാരെ. ഒന്നും തിന്നാനില്ലാത്ത അവസ്ഥ എന്നാണ്. എതിരിയോ കൊയല് വെച്ച് നോക്കിയാലും ആള് സ്വർഗരാജ്യവും ദൈവത്തിനെയും ഒന്നും കണ്ടില്ലാന്ന്. അപ്പൊ പിന്നെ ഈ തമ്പുരാക്കന്മാരാരാ നമ്മളെ പേടിപ്പിക്കാൻ? ഇത്തരം പ്രമാണങ്ങൾ അസാധ്യം.